ഏവർക്കും നമസ്കാരം. 4 രാമായണ ഗ്രന്ഥങ്ങളെ നാം പരിചയപ്പെട്ടു. ത്രേതായുഗത്തിലെ വാൽമീകി രാമായണവും മഹാഭാരതത്തിന്റെ ഉള്ളിലുള്ള രാമചരിതവും വ്യാസവിരചിതമായ അധ്യാത്മരാമായണവും എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ച കിളിപ്പാട്ടുമെല്ലാം. ഇതിൽ കിളിപ്പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വ്യാസൻ എഴുതിയ രാമായണമാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് നമ്മൾ ഇന്ന് നമ്മുടെ വീടുകളിൽ വായിക്കുന്ന കിളിപ്പാട്ട് എന്നുള്ളത്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ആദ്യം വന്ദനം ചൊല്ലുന്ന സമയത്ത് ആരംഭത്തിൽ വ്യാസനെ വണങ്ങിയതിനു ശേഷമാണ് പിന്നീട് വാൽമീകി മഹർഷിയെ വണങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ആദ്യം എന്തുകൊണ്ട് വ്യാസനെ വണങ്ങി? അത് വ്യാസൻ തന്ന രാമായണമായതുകൊണ്ട് വ്യാസനെ വണങ്ങി. എന്തുകൊണ്ട് അതിനുശേഷം വാൽമീകിയെ വണങ്ങി? മൂലകൃതിയുടെ രചയിതാവ് വാൽമീകിയാണ്. പക്ഷേ ഞാൻ മൊഴിമാറ്റം ചെയ്യുന്ന ഗ്രന്ഥം വാൽമീകി രാമായണമല്ല, അത് വ്യാസവിരചിതമായ അധ്യാത്മരാമായണമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ വ്യാസനാണ് രാമായണം അധ്യാത്മരാമായണം എഴുതിയത് എന്ന് പറയുന്നത്. ഒരു ചെറിയ മാറ്റം കൂടി കിളിപ്പാട്ടിലുണ്ട്. അത് മറ്റെല്ലാ രാമായണങ്ങളിലും, അതായത് ത്രേതായുഗത്തിൽ വാൽമീകി എഴുതിയ വാൽമീകി രാമായണത്തിലും വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണം മൂലത്തിലും 7 കാണ്ഡങ്ങളുണ്ട്. എന്നാൽ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ടിൽ 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. ഒരു അനുബന്ധമായി വരുന്ന ഉത്തര രാമായണം എന്നൊരു അനുബന്ധം മാത്രമാണ് പിന്നീട് ആരോ കൂട്ടിച്ചേർത്തതാണ്. എഴുത്തച്ഛൻ എടുത്തു നിർത്തിയത് ശ്രീരാമ പട്ടാഭിഷേകത്തോടു കൂടിയിട്ടാണ്. കാരണം ശ്രീരാമചന്ദ്രന്റെ ദൈവീക ഭാവത്തെ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും സുന്ദര മുഹൂർത്തം സീതാസമേതനായി ധർമ്മസംരക്ഷണം ചെയ്ത് രാമരാജ്യമുണ്ടാക്കി 11,000 വർഷം രാജ്യത്തെ ഭരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകമാണ് മംഗളകരമായ മുഹൂർത്തം. ആ മുഹൂർത്തത്തിലൂടെ ഭരണാധികാരിയായ രാമനോടൊപ്പം ദേവതാസ്വരൂപമായ രാമനെ കൂടി അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നത് കൊണ്ട് കിളിപ്പാട്ടിന്റെ ഉള്ളിൽ 7 കാണ്ഡങ്ങളില്ല, 6 കാണ്ഡങ്ങളാണുള്ളത്. അതുകൊണ്ട് രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് എന്ന് നാം ചോദിക്കുമ്പോൾ അതിൽ കിളിപ്പാട്ട് എന്ന് പ്രത്യേകം ചോദിച്ചാൽ മാത്രം 6 കാണ്ഡം എന്ന് പറയുകയും രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ 7 കാണ്ഡങ്ങൾ എന്ന് പറയാൻ നാം പഠിക്കണം. കിളിപ്പാട്ടെന്ന് വേർതിരിച്ചു പറഞ്ഞാൽ മാത്രമാണ് 6 കാണ്ഡങ്ങൾ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.